السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن اتبعهم بإحسان إلى يوم الدين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പാപങ്ങളും ദോഷങ്ങളും മാഫാക്കട്ടെ. ജീവിതം ശിഷ്ടകാലം അള്ളാഹു തആല അവന്റെ പൊരുത്തത്തിലായിട്ടും താഴത്തിലായിട്ടും നീതിഹിതത്തിലായിട്ടും കഴിച്ചു കൂട്ടാനും അവസാനം മഴക്കുവെത്തുന്നതായി പൂർണ്ണ ഈമാനോട് മരണപ്പെട്ട അള്ളാഹു ഇഷ്ടപ്പെട്ട സാലിഹികളോടൊപ്പം താത്താനും അള്ളാഹു തൗഫീഖ്. നമ്മുടെ വബ്യോന്യ ഗുരുനാഥന്മാർ അവർക്കെല്ലാം അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. പരലോകത്ത് അവരുടെ ദറജകൾ അള്ളാഹു തആല ഏറ്റി കൊടുക്കട്ടെ. അവരോടൊപ്പം നമ്മെ അള്ളാഹു തആല അവന്റെ ജന്നത്തിൽ പ്രവേശിപ്പിക്കട്ടെ. ഇവിടത്തെ പോലെ തന്നെ അവിടെയും അവർ ഹാദിമ്യങ്ങളും അവരുടെ അനുയായികളുമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗത്തിൽ അവരോടൊപ്പം പ്രവേശിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, എൻ്റെ അഭിവന്ന ഗുരുവിൻ്റെ വഫാത്തിൻ്റെ 3-ാം ദിനമാണ് ഇന്ന്. പ്രത്യേക പരിപാടികളെല്ലാം ശിഷ്യന്മാരെല്ലാം കൂടി ഉണ്ട്. ഉസ്താദിൻ്റെ മറവ് ചെയ്ത സ്ഥലത്ത് ഉസ്താദിനാൽ നിർമ്മിക്കപ്പെട്ടൊരു പള്ളി പണി പൂർത്തിയായിട്ടില്ലെങ്കിലും സ്ഥാന സ്ഥലം കൊടുത്തിട്ട് സ്ഥാനശിഷ്യന്മാരെ എല്ലാവരും കൂടി ചേർന്ന് നിർമ്മിക്കുന്നൊരു പള്ളി, അതിൻ്റെ ചാരത്താണ് അദ്ദേഹത്തെ മറവ് ചെയ്തിട്ടുള്ളത്. അവിടെ ഇന്ന് അസറിന് ശേഷം 3-ാം ദിനത്തിലെ പ്രത്യേകമായ ദിക്റും മജ്‌ലിസുകളും മറ്റുമെല്ലാം നടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനവറുകൾക്ക് ആഖിറത്തിൽ ബർസഖിയ ജീവിതത്തിലും അദ്ദേഹത്തിന് അല്ലാഹു തആല ദറജകൾ ഏറ്റി കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ പതിവനുസരിച്ച് ഓരോ ദിവസവും ഓരോ ഹദീസ് പറയാനുള്ള അടിസ്ഥാനത്തിൽ നിങ്ങൾക്കെല്ലാം അറിയുന്ന ഹദീസുകൾ തന്നെയായിരിക്കും ഞാൻ പറയുന്നത്. പുതിയതായ ഒന്നും അല്ലല്ലോ. എന്നാലും ഈ മാസത്തിൻ്റെ ഹക്ക് വർക്കത്ത് കൊണ്ട് അവിടുത്തെ നാവിലൂടെ വന്ന ഒരു വിട്ട വാക്കുകൾ ഉച്ചരിക്കുകയും പറയുകയും അത് വിശദീകരിക്കുകയും അത് കേൾക്കുകയും ചെയ്യുന്നത് മഹത്തരമായ ഇബാദത്തായിരിക്കുമെന്നും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടത്തിനും റിളക്കും മഹബത്തിനും അത് കാരണമായി തീരുമെന്നും മനസ്സിലായിക്കൊണ്ട് അവിടുത്തെ ഷഫാഅത്ത് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആ നിലക്കാണ് നമ്മളിവിടെ ഈ ക്ലാസ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന ചെറിയൊരു ഹദീസ് ബഹുമാനപ്പെട്ട അബുൽ യാസ് റളിയല്ലാഹു അൻഹു എടുത്തിട്ടുള്ള ഹദീസാണ്. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ് ഞാൻ പറയാൻ പോകുന്നത്. ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂലിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു. ഖാല, എന്നിട്ട് അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദുല്ലനി അല അമലിൻ, ഒരമല് എനിക്ക് താങ്കൾ അറിയിച്ചു തരണം. ഇദാ അമിൽതു, ഞാൻ അമല് ചെയ്താൽ, ആ അമല് ഞാൻ പ്രവർത്തിച്ചാൽ, അത് ചെയ്താൽ, അഹബ്ബനില്ലാഹു, അല്ലാഹു തആല എന്നെ ഇഷ്ടപ്പെടും, വഅഹബ്ബനിന്നാസു, ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു അമല് തങ്ങൾ എനിക്ക് അറിയിച്ചു തരിക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി വളരെ ചുരുങ്ങിയ ഒരു വാക്കാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. ഖാല, തങ്ങൾ പറഞ്ഞു, യുസ്ഹദ് ഫി ദുനിയ, ദുനിയാവിൽ നീ സുഹുദുള്ളവനാവുക, എന്നാൽ യുഹിബ്ബുക്കല്ലാഹ്, അല്ലാഹു തആല നിന്നെ ഇഷ്ടപ്പെടും. അല്ലാഹ് നിന്നെ ഇഷ്ടപ്പെടാനും അല്ലാഹുവിനെ സ്നേഹിക്കാനുമുള്ള ഒരേ ഒരു മാർഗം, ഏറ്റവും വലിയൊരു മാർഗം എന്നൊക്കെ പറയാം, അത് നീ ദുനിയാവിൽ സുഹുദുള്ളവനാവുക. സുഹുദ് എന്ന് പറഞ്ഞാൽ ഭൗതിക വിരക്തി എന്ന് പറയും. ദുനിയാവുമായിട്ട് വലിയൊരു താല്പര്യമില്ലാതിരിക്കുക, ദുനിയാവിനോടുള്ള അലച്ചയും കൊതിയും മേലെണ്ണം കൊതിയും ഇല്ലാതിരിക്കുക. വസ്സുഹുദു, സുഹുദിനെ കുറിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു തൻ്റെ അദ്കിയിൽ പറഞ്ഞ നമുക്കൊക്കെ അറിയാലോ. വസ്ഹദ് വദാ ഫഖദുൻ ഇലാഖത ഖൽബിക, വദാ ഫഖദുൻ ഇലാഖത ഖൽബിക ബി മാലി ലാ ഫഖദുൻ ലഹു തഖുഅകല. നീ സുഹൃദുള്ളവനാവുക. സുഹൃദ് എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിനും ഹൃദയത്തിനും ധനത്തോട് ബന്ധമില്ലാതിരിക്കലാണ്. ദുനിയാവിനോടും ധനത്തോടും മനസ്സിനൊരു കണക്ഷൻ ഇല്ലാതിരിക്കണം. ലാ ഫഖദുൻ ലഹു, ധനം ഇല്ലാതിരിക്കലല്ല. ധനം ചിലപ്പോൾ ഉണ്ടായേക്കാം,
ധനം അങ്ങനെയാണല്ലോ, വന്നു പോയിക്കൊണ്ടിരിക്കുന്ന വിരുന്നുകാരനാണ്. ചിലപ്പം ഇവിടത്തേക്ക് വരും, ചിലപ്പോൾ ഒരിടത്തേക്ക് പോകും, ചിലപ്പോൾ വരും, ചിലപ്പോൾ പോകും. അതൊക്കെ ധനത്തിന്റെ ഒരു പ്രകൃതിയായ സ്വഭാവവും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രക്രിയമാണ്. അപ്പൊ ധനം വരട്ടെ വരാതിരിക്കട്ടെ, ഉണ്ടായിട്ടില്ലാതിരിക്കട്ടെ, അതുമായി നിന്റെ ഹൃദയത്തിനൊരു ബന്ധമില്ലാതിരിക്കുക. ധനത്തിലേക്കുള്ള ഒരാഗ്രഹം, കൊതിയും അലച്ചിയും ഇല്ലാതിരിക്കുക എന്നതാണ് സുഹൃദ് എന്ന് പറഞ്ഞാൽ. ധനമില്ലാതിരിക്കലല്ല, തെക്കു ആൾക്കല. അങ്ങനെ നീ സുഹൃദ് ഉണ്ടായാൽ നീ ഏറ്റവും വലിയൊരു ബുദ്ധിമാനായി മാറും. ഏറ്റവും വലിയ ബുദ്ധിമാൻ തന്നെയാണല്ലോ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലേക്ക് നമ്മെ പടച്ചയച്ചത് ദുനിയാവിനെ സംഭരിക്കാനും ഒരുമിച്ച് കൂട്ടാനും ഇതിൽ സുഖിക്കാനും ആറാടാനും വേണ്ടിയല്ലല്ലോ. ദുനിയാ മസ്റഅത്തുൽ ആഖിറല്ലേ, ആഖിറത്തിലേക്കുള്ള കൃഷിയിലാണ് ദുനിയാവ്. അപ്പൊ അവിടേക്ക് വേണ്ട വിഭവങ്ങൾ ഇവിടെ വെച്ച് തയ്യാറാക്കാനാണ് ദുനിയാവിക്ക് വന്നത്, ഇവിടെ വാരിക്കൂട്ടാനല്ല. അപ്പോ അവിടേക്കുള്ള കൃഷിസ്ഥലമാവൽ എങ്ങനെ? അവിടെ അള്ളാഹു നിബാത്തെടുക്കണം. ഇബാദത്തിന് വേണ്ടിയാണ് അള്ളാഹ് മനുഷ്യനെയും ജിന്നുകളെയും പഠിച്ചത്. അപ്പോൾ ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കല, ആ ഇബാദത്ത് കൊണ്ടാണ് പരലോകത്തേക്കുള്ള കൃഷി അവൻ ഉണ്ടാക്കിയവനാവുക, കൃഷി ചെയ്തവനാവുക. അതാണ് ദുന്യാവിന്റെ ധർമ്മം, അതാണ് ദുന്യാവിന്റെ ആവശ്യവും, ദുന്യാവിലേക്ക് അല്ലാഹു അയച്ചതിന്റെ ഉദ്ദേശവും ഹിക്മത്തും അതാണ്. അപ്പൊ ആ ഹിക്മത്ത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ ഏറ്റവും വലിയ ബുദ്ധിമാൻ തന്നെയാണല്ലോ. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമൽ ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറഞ്ഞത് ആരാണ്? സ്വന്തം ശരീരത്തെ കുറിച്ച് എപ്പോഴും ഒരു വിചാരണ നടത്തുകയും അല്ലാഹുവിനിക്ക് ആ ശരീരത്തെ വെളിപ്പെടുത്തുകയും മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി വേണ്ട അമലുകൾ ചെയ്യുകയും ചെയ്യുന്നവനാണെന്ന് ഒരു ഹദീസിലൂടെ പ്രവാചക പുങ്കവർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതന്നെയാണ് ബുദ്ധി. ഇതൊക്കെ അഴക്കല. നീ സുഹൃദ് ഉണ്ടായാൽ നീ നല്ലൊരു ബുദ്ധിമാനാവും. അല്ല ദുനിയാവ് സംഭരിക്കാൻ വേണ്ടി കണഞ്ഞ് ശ്രമിച്ച് അതിൻ്റെ ഇടയിൽ അള്ളാഹുവിനെ തൊട്ട് നാം അശ്രദ്ധരായിട്ട് മാറിയാൽ തീർച്ചയായിട്ടും അത് ഈ ദുനിയാവ് അവനക്ക് ഏറ്റവും വലിയ നാശത്തിന് ഹേതുവായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിനടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളവൻ വനിയാണോ അല്ല ഫക്കീറാണോ? ദുനിയാവ് ഇല്ലാത്ത ഫക്കീറാണോ വനിയാണോ അള്ളാഹുവിനടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളതെന്ന് ചോദിച്ചാൽ മഹാന്മാർ അതിനൊക്കെ പറഞ്ഞ മറുപടി ഫക്കീറാണ് അള്ളാഹുവിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. അതിന് ഏറ്റവും വലിയ അടയാളമാണല്ലോ വനിയാ സ്വർഗത്തിൽ കിടക്കുന്നതിന് മുമ്പ് ഫുഖറാ സ്വർഗത്തിൽ 500 വർഷം മുമ്പ്, അഥവാ പരലോകത്തെ അര ദിവസം മുമ്പ് കടക്കുമെന്ന് മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഫക്ർ എന്നത് അത് വലിയ നിഅമത്തും അനുഗ്രഹമായിട്ട് മാറും എപ്പോ അതിന്റെ മേൽ അവൻ ക്ഷമിക്കുകയും സഹിക്കുകയും അള്ളാഹുവിലേക്കുള്ള തവക്കുലാക്കുകയും ചെയ്താൽ. നേരെ മറിച്ച് ആ ഫക്ർ അവനക്ക് ഏറ്റവും ഉപദ്രവമായിട്ട് മാറും എപ്പോ السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان آمين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا ولذرياتنا ولأمهاتنا ولإخواننا ولأخواتنا ولجميع المصنفين الصالحين والعلماء العاملين والمحدثين والمحدثين والفقهاء والأئمة كلهم أجمعين. ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, സാദാത്യങ്ങളെ, ഇന്നലെ നമ്മളൊരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് പോവേണ്ടി വന്നതുകൊണ്ട് അതവിടെ നിർത്തി. അതിൻ്റെ ബാക്കി വിഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ബാക്കിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് അതിൻ്റെ ബാക്കി? ഇന്നലെ നമ്മൾ പറഞ്ഞു വനിയാണോ അല്ല ഫക്കീറാണോ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളവൻ എന്ന ചോദ്യത്തിന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ഫക്കീറിനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനം. പക്ഷേ ഫക്കറിന് 2 അവസ്ഥകളുണ്ട് നമ്മൾ പറഞ്ഞു. ഫക്കർ ചിലപ്പോൾ അത് വലിയ അനുഗ്രഹവും വലിയ പ്രതിഫലാർഹവുമായിരിക്കും, ചിലപ്പോൾ അത് വലിയ നാശമായിരിക്കും. ഫക്കീറന്മാർ അതിൻ്റെ മേൽ ക്ഷമിക്കുകയും സഹിക്കുകയും അള്ളാഹുവിൻ്റെ മേൽ പ്രതിഫലം ആഗ്രഹിക്കുകയും തവക്കുലാക്കുകയും ചെയ്താൽ അത് അവനിക്ക് വലിയ ഒരു ഗുണവും വലിയ നിഅമത്തും അനുഗ്രഹവുമായിട്ട് മാറും. നേരെ മറിച്ച്
അവൻ അതിൽ അള്ളാഹിനെ മറന്നു കളയുകയും അള്ളാഹുവിനെ ചീത്ത പറയാനോ ആക്ഷേപിക്കാനോ തുനിയുകയും ചെയ്താൽ അത് അവനിക്ക് ഏറ്റവും വലിയ ഉപദ്രവമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സുഹദ് ഉണ്ടാവുക, അള്ളാഹു താല നമ്മളെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനുമുള്ള മാർഗം ഭൗതികത്തോട് താല്പര്യം ഇല്ലാതിരിക്കലാണ്. വസ്സുഹുദു അഹ്സനു മൻസിബിൻ ബഅദ തുഖ. തഖ്വ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉയർന്ന ഉന്നതമായ മെച്ചമായ സ്ഥാനമാണ് സുഹുദിനേക്കുള്ളത്. തഖ്വക്കാണ് ഒന്നാം സ്ഥാനം. തഖ്വ കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനമാണ് ഭൗതിക വിരക്തിക്കുള്ളത്. വബിഹിയനാലും ഒക്കെ ആ മർബാബിലുള്ള ഉന്നതമായ സ്ഥാനം നേടിയ മഹത്വക്കളുടെ പദവിയിലേക്ക് എത്താൻ ആ സുഹുദ് കൊണ്ട് അവനിക്ക് സാധിക്കുമെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ സുഹുദ് ഉണ്ടാവുക, അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധനവുമായിട്ട് അവൻ്റെ ഹൃദയത്തിൻ്റെ ബന്ധവും താല്പര്യവും ആഗ്രഹവും അതിലേക്കുള്ള ആവേശവും അതിനോടുള്ള അതിയായ കൊതിയും ഇല്ലാതിരിക്കലാണെന്ന് നമ്മൾ പറഞ്ഞു. ധനമില്ലാതിരിക്കലല്ല. കാരണം ചില ആൾക്ക് ധനമുണ്ടായെന്ന് വരാം. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹി സ്വലാമിനിക്ക് അറ്റമില്ലാതെ ധനം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുമായിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ബൽക്കീസ് രാജ്ഞി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചില പ്രതിനിധികൾ അയച്ചപ്പോൾ അദ്ദേഹത്തിന് ചില പാരിതോഷികങ്ങളും വിലപ്പെട്ട സമ്മാനങ്ങളും കൊടുത്തയച്ചു. ആ വിവരം അറിഞ്ഞ സുലൈമാൻ നബി അലൈഹി സ്വലാം ആ വരുന്ന പ്രതിനിധികളെ സ്വീകരിക്കാൻ വേണ്ടി 9 ഫർസഹോളം എന്ന് പറഞ്ഞാൽ 9 ഫർസ് എന്ന് പറഞ്ഞാൽ 40 മൈലുകളുണ്ടാവും. 9 ഫർസഹ് സ്ഥലത്ത് അദ്ദേഹം സ്വർണത്തിൻ്റെ ഇഷ്ടികകൾ വിരിച്ചു അവർക്ക് കാണിച്ചു കൊടുത്തു. നിങ്ങളുടെ ധനത്തിനോ സമ്പത്തിനോ ഇവിടെ ആവശ്യമില്ല, ഇവിടെ തന്നെ എമ്പാടുണ്ട്, നമുക്കതൊരു പ്രശ്നമുള്ള സംഗതിയല്ല എന്ന് അദ്ദേഹം അറിയിച്ചു കൊടുത്തു. അതാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ. അദ്ദേഹത്തിന് സമ്പത്തുണ്ടായിരുന്നു, ധനമുണ്ടായിരുന്നു. പക്ഷേ അതുമായി അദ്ദേഹത്തിനൊരു കണക്ഷനോ ബന്ധമോ ഹൃദയത്തിന് അതിലേക്കുള്ള ഒരു ആഗ്രഹമോ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട പ്രധാനിയായ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹം സന്ദർശിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് നല്ല സുന്ദരമായ നിലക്കുള്ള യുദ്ധത്തിന് വേണ്ടിയെല്ലാം ഉപയോഗിക്കുന്ന വിധത്തിലുള്ള നല്ല 1-ാം തരം കുതിരകൾ ഇങ്ങനെ അണിയായിട്ട് നിർത്തിയിട്ടുണ്ട്. ഏകദേശം 500ഓളം വരുന്ന കുതിരകൾ അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് വളരെ ഭംഗിയായ നിലക്ക് അലങ്കരിച്ച് നിർത്തപ്പെട്ടതായിട്ട് അദ്ദേഹം കണ്ടു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കണ്ടു. അതിൻ്റെ ഭംഗിയിലും അതിൻ്റെ സൗന്ദര്യത്തിലും ആകൃഷ്ടനായ അദ്ദേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നിയപ്പോൾ അത്ഭുതം തോന്നി. അദ്ദേഹം അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. അത് കണ്ടുകൊണ്ടാണ് ഉസ്താദ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വന്നത്. അത് കണ്ടപ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഷാഫി എന്താ, മുഹമ്മദ് എന്നല്ലേ പേര്, മുഹമ്മദ്, ഈ കുതിരകളെ കണ്ടപ്പോൾ നിനക്കൊരു സന്തോഷം, അതിൻ്റെ ഒരു അത്ഭുതവും നിനക്ക് തോന്നിപ്പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഈ കുതിരകളെ ഇതുപോലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. വളരെ സുന്ദരമായ യുദ്ധത്തിന് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട അലക്കുള്ള നല്ല കുതിരകളാണല്ലോ. അപ്പം കണ്ടപ്പോൾ അതിലേക്കൊരു ആവേശം, അതിലേക്കൊരു അത്ഭുതവും എനിക്ക് തോന്നിപ്പോയി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഉടൻ ഇമാം മാലിക് പറഞ്ഞു, എന്നാൽ ആ കുതിരകളെ മുഴുവൻ ഞാൻ നിനക്ക് തന്നു. മുഴുവനും ഞാൻ നിനക്ക് തന്നു, നിൽക്കാവുന്നൊരു പ്രശ്നമല്ല, ഞാനതിലേക്ക് അത്ര വലിയ ആളുമല്ല, ഞാൻ മുഴുവനും നിനക്ക് തന്നു എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കൊടുത്തു. ഉസ്താദ് നൽകിയ സ്വീകരിക്കാതിരിക്കാൻ വഴിയില്ലല്ലോ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ സ്വീകരിച്ച് അതുമായി മക്കത്തേക്ക് അദ്ദേഹം മടങ്ങിയിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാര്യമോ, അതുമായിട്ട് അദ്ദേഹം മക്കത്തേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വേറെയും ആളുകളുണ്ടാവും. അങ്ങനെ മക്കത്തേക്ക് മടങ്ങുമ്പോൾ മക്കയിലെത്തുന്നതിന് മുമ്പായിട്ട് അവയിൽ ഓരോ സ്ഥലത്ത് സാധുക്കളായ ഫക്കീറന്മാരും മിസ്കിന്മാരുമായ ആളെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ നടന്നല്ലേ വരുന്നത്, ആ നടന്നു വരുന്ന വിധത്തിൽ കണ്ടപ്പോൾ അവർക്കെല്ലാം കൂടി ദാനം ചെയ്തു. അവസാനം മക്കയിലെത്തുമ്പോഴേക്ക് അദ്ദേഹത്തിന് ഈ കുതിരകൾ മുഴുവനും ദാനം ചെയ്തു കഴിഞ്ഞത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശും തീർന്നു. കുറച്ച് കാശ് കടം വാങ്ങിയിട്ടാണ് അദ്ദേഹം മക്കത്തേക്ക് യാത്ര പൂർത്തിയാക്കിയത് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം. ഈ വിവരം ഉസ്താദ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ തൻ്റെ ശിഷ്യൻ
താൻ കൊടുത്ത കുതിരകളെ മുഴുവൻ പാവങ്ങൾക്ക് നൽകി. അതിനും പുറമെ തൻ്റെ കയ്യിലെ പണം കൊടുത്തു. അവസാനം കടക്കാരനായിക്കൊണ്ടാണ് തൻ്റെ സ്വദേശത്തേക്ക് മടങ്ങിയെത്തിയെന്നുള്ള ഇവർ അറിഞ്ഞപ്പോൾ നല്ലൊരു സമ്മാനം ഇമാം ഷാഫി റളിയല്ലാഹു ഇമാം മാലിക് തങ്ങൾ കൊടുത്തയച്ചു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അതൊക്കെയാണ് മഹാന്മാരായ ആളുകൾ. അവർക്ക് ധനമുണ്ടാവും, ചില ആൾ വലിയ മുതലാളിമാരാവും, ധനാഠ്യന്മാരാവും. പക്ഷെ അവർക്ക് അതിലേക്കൊന്നുമില്ല, താല്പര്യമില്ല. പല ആളുകളും പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നാം വലിയ ഔലിയ എന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്ന ആളുകൾ, അവർക്ക് കൂടുതൽ ബന്ധം മുതലാളിമാരോടാണല്ലോ, മുതലാളിമാർ അവരെ പിന്നാലെ ഉണ്ടല്ലോ എന്നാണ്. എന്നാൽ അവിടെ ചിന്തിക്കണം, അവർക്ക് മുതലാളിമാരോട് ബന്ധമല്ല, മുതലാളിമാർക്ക് അവരോട് ബന്ധമാണ്. അവർക്ക് മുതലാളിമാരിലേക്കുള്ള ബന്ധമോ അവരോടുള്ള ഒരു പ്രത്യേക സ്നേഹമോ താല്പര്യമൊന്നുമില്ല. അവരുമായി ബന്ധപ്പെടുന്ന ആളോടൊക്കെ അവർ സ്നേഹത്തിലും ബഹുമാനത്തിലും ആദരവിലും പരിഗണനയിലും പെരുമാറും. പക്ഷെ ഇവർക്ക് അവരിലേക്കാണ് ആവശ്യമുള്ളത്. കാരണം അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചിട്ടും അവരെ വെക്കുന്ന വർക്കത്ത് നേടിയിട്ടും അവർക്ക് അവരുടെ ധനത്തിൽ വർധനവും പുരോഗതിയും ഖൈറും ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അവർ അങ്ങോട്ട് ബന്ധപ്പെടുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഹാന്മാരൊക്കെ അങ്ങനെയാണ്. അവർക്കൊന്നും ദുനിയാവിനോടും താല്പര്യമോ ഭൗതികത്തിലുള്ളതായ ആഗ്രഹമോ അവർക്കില്ല. അതില്ലാതിരിക്കുമ്പോൾ തന്നെയാണ് ഉന്നതമായ സ്ഥാനം നേടാൻ കഴിയുന്നതും അള്ളാഹുവിൻ്റെ മഹബത്ത് ഉണ്ടാകാൻ അത് കാരണമായി തീരുന്നതും അങ്ങനെയാണ്. പിന്നെ അദ്ദേഹം ചോദിച്ച മറ്റൊരു ചോദ്യം എന്താണ്? ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം കൂടി തങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി മറുപടി പറഞ്ഞത് വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളടുക്കലുള്ളതിൽ നിന്ന്, ജനങ്ങളടുക്കലുള്ള വസ്തുക്കളെ തൊട്ട് നീ വിരക്തിയുള്ളവനാവണം. ജനങ്ങളെ കയ്യിലുള്ള എനിക്ക് കിട്ടണം, അവരിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് വസൂലാക്കണം, അവരിൽ നിന്ന് എന്തെങ്കിലും സദഖയായിട്ടോ ഹിബത്തായിട്ടോ ഫദിയായിട്ടോ എനിക്ക് ലഭിക്കണം എന്ന് ജനങ്ങളടുക്കലുള്ള വസ്തുക്കളിൽ ഒരു ആഗ്രഹം നിനക്ക് ഉണ്ടാവരുത്. എന്നാൽ യുഹിബ്ബുക്കന്നാസു, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. ജനങ്ങളിലേക്ക് ഒരു താല്പര്യവും ആഗ്രഹമോ അവരെ വെക്കുന്നു വല്ലതും നേടുക എന്നുള്ള ഒരു ഉദ്ദേശവും നിനക്കില്ലെങ്കിൽ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടുകയും അവർക്ക് നിന്നോട് മഹബത്ത് ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ഉദാഹരണത്തിൽ പറഞ്ഞത്. അത് തന്നെയാണല്ലോ ബഹുമാനപ്പെട്ട ജനജീ മഹ്ദങ്ങൾ തൻ്റെ അതുക്കിയിൽ പറഞ്ഞ സലാമത്ത് ദുനിയാ ഹിസാൻ അർബൾ, ദുനിയാവിൽ രക്ഷപ്പെടാനും ദുനിയാവിൽ സലാമത്ത് ഉണ്ടാവാനും 4 കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, തകൂനമിൻ സൈബിൽ അനാസി ആയിസ, ജനങ്ങളുടെ ഔദാര്യത്തിൽ നിന്ന് നിരാശനാവണം. ജനങ്ങളുടെ ഔദാര്യത്തിൽ നിന്നും അവരുടെ ധർമ്മങ്ങളിൽ നിന്നും അവരിൽ നിന്ന് വല്ലതും കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ നിന്നും നിരാശനാവണം. അതിലേക്ക് ആഗ്രഹവും ആശയം നിനക്കുണ്ടാവരുത്. ഒലിസൈബിൻ അഫ്സിക്കലിൽ മുനാസിബ ബാദില, നീ നിന്റെ ഔദാര്യത്തെ ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുമാണ്. നിന്റെ കഴിവിൻ്റെ പരമാവധി ജനങ്ങൾക്ക് നൽകുകയും അവരെ സഹായിക്കുകയും അവർക്ക് ഗുണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണമെന്നാണ്. എന്നാൽ നിനക്ക് ദുനിയാവിൽ സലാമത്തുണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളുടെ അടുക്കളൊന്നും നമ്മൾ ആഗ്രഹിക്കാനോ അതിലേക്ക് താല്പര്യം വെക്കാനോ ഒന്നും പാടില്ല. മാത്രമല്ല നമുക്കില്ലാത്തൊരു വിശേഷണം പ്രത്യക്ഷത്തിൽ ഒളിവാക്കിക്കൊണ്ട് അത് മുഖേന ജനങ്ങളിൽ നിന്ന് വല്ലതും നേടിയാൽ ആ നേടിയത് ഉപയോഗിക്കലും അവനിക്ക് ഹറാമാണ്. അത് അവനിക്ക് ഉടമസ്ഥത മിൽക്ക് അതിലുണ്ടാവുകയുമില്ല. ഉദാഹരണം, അത്യാവശ്യം കഴിവുള്ള ഒരാൾ അവന് കഴിവില്ല എന്ന് നടിച്ചുകൊണ്ട് കഴിവില്ലാത്തവരെ പോലെ അഭിനയിച്ചുകൊണ്ട് അവൻ ജനങ്ങളെ സമീപിക്കുകയും തന്നിമിത്തം ജനങ്ങളിൽ നിന്ന് ഇവൻ ഫക്കീറാണൊന്നും കഴിയാത്ത ആള് എന്നുള്ള നിലക്ക് വല്ലതും നൽകുകയോ ചെയ്താൽ അത് അവനിക്ക് ഉടമയാവൂല, അത് ഉപയോഗിക്കൽ അവന് ഹറാമാണ്. മാത്രമല്ല നാണത്തിൻ്റെ മേൽ ഹയാ, ലജ്ജക്ക് വേണ്ടി ജനങ്ങൾ വല്ലതും നമുക്ക് തരികയാണെങ്കിൽ അത് വരെ ഉപയോഗിക്കൽ ഹറാമാണെന്നും അത് തനിക്ക് ഉടമയാവൂല എന്നും ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അതിൽപ്പെട്ടതാണ് ജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ സംഭാവന ചോദിക്കുക. ജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് സംഭാവന ചോദിക്കുക. അപ്പോൾ ജനങ്ങളുടെ സംഭാവന ചോദിക്കുമ്പോൾ എങ്ങനെ തരാതിരിക്കുക, നാണക്കടല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൻ എന്ത് ചെയ്യും? സംഭാവന തരും. രഹസ്യമായിട്ട് അവനോട് ചോദിക്കുകയാണെങ്കിലോ ഒന്നും തരൂല. അങ്ങനത്തെ ഒരാളാണെങ്കിൽ അവൻ്റെ ഒക്കെന്ന് ജനങ്ങളുടെ ഇടയിൽ വെച്ച് ചോദിച്ച് ഹയാൻ്റെ പേരിൽ, ലജ്ജയുടെ പേരിൽ വല്ലതും നമ്മൾ വാങ്ങിയാൽ അത് പള്ളിക്ക് വേണ്ടിയാണെങ്കിലും മദ്രസക്ക് വേണ്ടിയാണെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിലും ഒരു സംഭാവന അതിൻ്റെ പേരിൽ നമ്മൾ നേടിയാൽ അത് നമുക്ക് ഹറാമാണ്, ഒരിക്കലും അത് അനുവദനീയമല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളിൽ നിന്നൊന്നും ആഗ്രഹിക്കാതിരിക്കുക, അവരോടൊന്നും ചോദിക്കാതിരിക്കുക. നമുക്ക് വിഷമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും അള്ളാഹുവിലേക്ക് തവക്കുലാക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു മനുഷ്യർക്ക് ഒരു ആവശ്യം വന്നാൽ ആ ആവശ്യത്തെ അൻസലഹ,
ഇന്ത് അള്ളാഹിന്റെ അടുക്കലേക്ക് നമ്മൾ ഇറക്കി വെച്ചാൽ അള്ളാഹു തആല അപ്പോഴോ അല്ലെങ്കിൽ ഭാവിയിൽ പിന്നീടെങ്കിലും അതിനൊരു പരിഹാരം അള്ളാഹു തആല കാണിച്ചു തരും. നേരെ വെച്ച് തൻ്റെ ആവശ്യത്തെ ജനങ്ങളെ മുന്നിൽ ഇറക്കി വെച്ചാൽ ജനങ്ങളുടെ അടുക്കലേക്ക് ഇട്ടാൽ അതിനെ ആ ജനങ്ങൾ പരിഗണിക്കണമെന്നില്ല. മാത്രമല്ല അള്ളാഹിന്റെ സഹായം അവന് കിട്ടുകയും ഇല്ല. അപ്പോൾ ജനങ്ങളോടല്ല നമ്മൾ ചോദിക്കേണ്ടതും പറയേണ്ടതും, ജനങ്ങളിലേക്കല്ല ആശ വെക്കേണ്ടതും, അത് അള്ളാഹുവിനോട് മാത്രമാണ്. മാത്രവുമല്ല അല്ലാഹു റസൂൽ പറഞ്ഞ ഹദീസിൽ കാണാലോ, മൻ സഅല തകസുറൻ, ധനം അധികരിപ്പിക്കാൻ വേണ്ടി ഒരാൾ ചോദിച്ചാൽ അഥവാ യാചിച്ചാൽ, ധനം കൂടുതൽ ഉണ്ടാവാൻ വേണ്ടി ഒരാൾ യാചിച്ചാൽ അത് ദാരിദ്ര്യത്തിന്റെ വാതിൽ അവന്റെ മേൽ തുറക്കും. അതുകൊണ്ട് ദാരിദ്ര്യമാണ് ഉണ്ടായിത്തീരുക എന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. അതുപോലെ ചില ആളുകൾ എല്ലായ്പ്പോഴും വല്ലായ്മയും ഇല്ലായ്മയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്നും ആ വല്ലായ്മയും ഇല്ലായ്മയും തന്നെ ഉണ്ടാവുക. അവർക്ക് അതിന് കരകയറാൻ കഴിയില്ല. നേരെ വെച്ച് മനസ്തോകന, ഒരാൾ ഐശ്വര്യം ഉറപ്പിക്കുകയും ഒന്നുമില്ലെങ്കിലും ഉള്ളവനെ പോലെ അഭിനയിച്ചും ഉള്ളതുപോലെ വെളിവാക്കിയും അവൻ നടക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു തആല അവനെ ഉനിയാക്കും, അവനെ അള്ളാഹു തആല ഐശ്വര്യവനാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ ഒരിക്കൽ പറഞ്ഞു, ജനങ്ങളോട് ഞാൻ ഒന്നും ചോദിക്കില്ല എന്ന് ഒരാൾ എന്നോട് ജാമ്യം നിന്നാൽ ഞാൻ അവനിക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു, സാലിം റളിയല്ലാഹു അൻഹു മൗലയായ സൗബാൻ റളിയല്ലാഹു അൻഹു എണീറ്റ് അല്ലാഹു റസൂലിനോട് ഞാൻ ജനങ്ങളോടൊന്നും ചോദിക്കില്ല എന്ന് കരാർ ചെയ്യുകയും അതിന് ജാമ്യം നിൽക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹം ഒന്നും ജനങ്ങളോട് ചോദിക്കാറില്ല. എത്രത്തോളം യാത്രാവേളയിൽ അദ്ദേഹത്തിൻ്റെ ഒട്ടപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുമ്പോൾ തൻ്റെ കയ്യിലെ ചാട്ടവാർ താഴേക്ക് വീണാൽ അതെടുക്കാൻ വേണ്ടി വരെ ഒരാളോട് അദ്ദേഹം ആവശ്യപ്പെടാറില്ല. അദ്ദേഹം തന്നെ ഇറങ്ങി വന്ന് അദ്ദേഹം തന്നെ എടുക്കുക എന്നല്ലാതെ ഒരാളോടൊന്നും ആവശ്യപ്പെടാറില്ല. കാരണം അല്ലാഹു റസൂലിനോട് വക്തന ചെയ്തിട്ടുണ്ടോ ഒന്നും ചോദിക്കൂല. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്, യാചന എന്നുള്ള റസൂൽ ഒരിക്കലും അത് അംഗീകരിച്ചിട്ടില്ല, തൃപ്തിപ്പെടുകയും ചെയ്തിട്ടില്ല. ഖബീസ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, എനിക്കൊരാവശ്യം വന്നപ്പോൾ ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഞാൻ ചെന്ന് എൻ്റെ ആവശ്യത്തെ തങ്ങളോട് പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ എൻ്റെ വിഷമം കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, നിന്റെ വീട്ടിൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ആകെ ഉള്ളത് ഒരു പുതപ്പ് മാത്രമാണ്. ആ പുതപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. അത് കൊണ്ടുവന്നതിന് ശേഷം അല്ലാഹു റസൂൽ അത് ഭാരം വിളിച്ച് 2 ദിർഹമിന് വിറ്റു. എന്നിട്ട് 1 ദിർഹം എനിക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പറഞ്ഞു. 1 ദിർഹമിന് ഒരു മഴു വാങ്ങാനും പറഞ്ഞു. എന്നിട്ട് ആ മഴുവിന് തങ്ങൾ തന്നെ തായിട്ട് കൊടുത്ത് അതിന് തായിലിട്ട് അതിന് ശരിയായി കൊടുത്തിട്ട് തങ്ങൾ പറഞ്ഞു, ഈ മഴ കൊണ്ട് പോയിട്ട് നീ വിറക് കെട്ടി വിറ്റ് അതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുക. അതാണ് ജനങ്ങളോട് ചോദിച്ചും യാചിച്ചും നടക്കുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, യാ കബീസ ഇന്നൽ മസ്അലത ലാ തഹില്ലു, ഈ യാചന അനുവദനീയമല്ല. ഇല്ലാ ലി അഹദി സലാസ, 3 വ്യക്തികൾ ഒരാൾക്കല്ലാതെ ഒരിക്കലും യാചന അനുവദനീയമല്ല എന്ന് അല്ലാഹു റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു. ഏതാ 3? ഒന്ന്, പെടുന്നതിൻ്റെ ഒരു ആവശ്യം അവനിക്ക് വന്നു. അവൻ്റെ സാധാരണ ജീവിതം മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരാവശ്യം, ഒരാവശ്യം അവനക്ക് നേരിടുന്നു. കാരണം ഓരോ മകളെ കെട്ടിക്കേണ്ടി വന്നു. യാതൊരു വകയും ആവശ്യത്തിൽ അവൻ്റെ കയ്യിലില്ല. അന്നത്തെ ജീവിതം അവൻ തട്ടിമുട്ടി അങ്ങനെ പോകുന്നുണ്ട് എന്നല്ലാതെ മകളെ കെട്ടിക്കാനുള്ള ചെലവും മറ്റും അവൻ്റെ കയ്യിലില്ല. അതിലൊരു വീടെടുക്കേണ്ടി വന്നു. വീടില്ലാതെ അവനാകെ വിഷമിച്ച് പ്രയാസപ്പെട്ട് ആ സമയത്ത് വീടെടുക്കേണ്ടി വന്നു. ഒന്നും കയ്യിലില്ല. എന്നാൽ അതിനു വേണ്ടി സഹായിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് ആവശ്യപ്പെടുകയും യാചിക്കുകയും ചെയ്യുന്നത് എനിക്ക് വിരോധമില്ല. അതുപോലെ 2ാമത്തെ വ്യക്തി ഒരു റജുലാണ്. ഇപ്പോൾ റജുലൻ ഇജ്താഹത് ജാഹിയത്തുൻ മാലഹു, ഒരു വിപത്ത്, ഒരു പ്രകൃതിക്ഷോഭം വന്ന് അവൻ്റെ ധനം നിശേഷം നശിച്ചുപോയി. അവന് ധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കഴിവുള്ള ആളായിരുന്നു. പക്ഷേ വെള്ളപ്പൊക്കമുണ്ടായി, അല്ലെങ്കിൽ ചുഴലിക്കാറ്റുണ്ടായി. ആ ചുഴലിക്കാറ്റിൽ വെള്ളപ്പൊക്കത്തിൽ അവൻ്റെ ധനങ്ങളൊക്കെ നിശേഷം നശിച്ചുപോയി. പിന്നെ ജീവിക്കാൻ ഒരു വകയും അവനിക്കില്ലാത്ത ഘട്ടം വന്നാൽ, ജീവിക്കാനുള്ള ഒരു പിടി, എന്തെങ്കിലും ജീവിക്കാനൊരു തുരുമ്പ് അവനിക്കുണ്ടാകുന്നത് വരെ, അതിനേക്കുള്ള പുൽക്കുടിയെങ്കിലും അവനിക്കുണ്ടാകുന്നത് വരെ അവന് യാചിക്കൽ അനുവദനീയമാണ്. 2ാമത്തെ വ്യക്തിയാണ്. 3ാമത്തെ വ്യക്തി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഹമ്മാലത്ത്, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഉദാഹരണം, ഒരു പള്ളി നിർമ്മിച്ച് ഇവിടെ ഉണ്ടാക്കാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അല്ലെങ്കിൽ ഒരു ഫക്കീറിനെ, ഒരു യത്തീംകുട്ടിയെ കെട്ടിക്കാന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവൻ അവൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിലും ആ കാശെടുക്കാതെ ആ ഉത്തരവാദിത്വ നിർവഹണത്തിന് വേണ്ടി മറ്റുള്ളവരോട് ചോദിക്കുന്നതിനും യാചിക്കുന്നതിനും വിരോധമില്ല എന്നാണ്.
ഇങ്ങനെ ഈ 3 വക്തിൽ ഒരാൾക്കല്ലാതെ യാചന ഒരിക്കലും അനുവദനീയമല്ലെന്ന് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ജനങ്ങളുടെ അടുക്കൽ അത് ആഗ്രഹിക്കാതിരിക്കുക, അതിലേക്ക് താല്പര്യം വെക്കാതിരിക്കുക, അതിലേക്ക് എത്തി നോക്കാതിരിക്കുക, അതിനെ ആഗ്രഹം പ്രകടിപ്പിക്കാതിരിക്കുക, അത് കിട്ടാനുള്ള മാർഗങ്ങളും വഴികളും തേടാതിരിക്കുക, തന്ത്രങ്ങൾ പ്രയോഗിക്കാതിരിക്കുക. ഇതാണ് ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടാനുള്ള മാർഗം എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.